ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മുസ്ലിം ലീഗ്. UDF മന്ത്രിസഭയിൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് നല്ല സ്ഥാനമുണ്ടാകുമെന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയെ കൂടാതെ KM ഷാജി, N ഷംസുദ്ദീൻ എന്നിവർക്ക് മന്ത്രിസ്ഥാനം ഉറപ്പാണ്. PK ബഷീർ, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവരുടെ പേരും മലപ്പുറത്തു നിന്ന് ചർച്ചയിലുണ്ട്. പാറക്കൽ അബ്ദുള്ള, MA റസാഖ് മാസ്റ്റർ എന്നിവരുടെ പേരാണ് കോഴിക്കോട് നിന്ന് ചർച്ചയിലുള്ളത്. മഞ്ചേശ്വരത്ത് നിന്ന് ജയിച്ച AKM അഷ്റഫിന്റെ പേരും പരിഗണനയിലുണ്ട്. മുഹമ്മദ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി. അസ്ലം, PK കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു നല്ല സ്ഥാനം കിട്ടുമെന്ന് മാത്രമേ പക്ഷേ തങ്ങൾ പറഞ്ഞുള്ളൂ. വേറെ ആരുടെയും പേര് അദ്ദേഹം പറഞ്ഞില്ല. എന്ന് വെച്ചാൽ PK കുഞ്ഞാലിക്കുട്ടി ഒരു കൊള്ളാവുന്ന പോർട്ട്ഫോളിയോ വിത്ത് ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ പോകുന്നു. ആ കമ്മ്യൂണിക്കേഷൻ ലീഗ് കൊടുത്തു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഔദ്യോഗികമായ ചർച്ചകളിലേക്ക് അത്തരം തരത്തിൽ കടന്നിട്ടില്ല. അതേസമയം തന്നെ ലീഗിനെ സംബന്ധിച്ചോളം അനൌദ്യോഗികമായി തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു ധാരണ ഉണ്ടായെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ലീഗ് ആവശ്യപ്പെടാൻ തന്നെ തീരുമാനിച്ചാൽ തന്നെ നമുക്ക് സൂചനകൾ ലഭിക്കുന്നുണ്ട്. UDF സംബന്ധിച്ചുള്ള മുസ്ലിം ലീഗ് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണെന്ന് മാത്രമല്ല, അത് വലിയ തകർച്ച നേരിട്ട ഘട്ടത്തിൽ പോലും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും കൃത്യമായി തന്നെ പ്രത്യേകിച്ച് മലബാറിൽ നമുക്ക് മലപ്പുറം മുതൽ കാസർഗോഡ് ജില്ലയിൽ UDFന്റെ വിജയത്തിൽ കോൺഗ്രസിനൊപ്പം തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിനേക്കാൾ ഒരു പടി മുന്നിൽ നിന്ന് പട നയിച്ചതും താഴെത്തട്ടിൽ പ്രവർത്തിച്ചതും ലീഗ് അണികളാണ്. മാത്രമല്ല PK കുഞ്ഞാലിക്കുട്ടി ലീഗിന്റെ മാത്രമല്ല UDFിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രബിൾ ഷൂട്ടറും ഒരു പ്രധാനപ്പെട്ട നേതാവുമാണ്. നമുക്കറിയാം കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായിട്ടുള്ള ഒരു പക്ഷേ മാണി വിഭാഗം മുന്നണിയിലേക്ക് വന്നില്ലെങ്കിൽ പോലും അതിനുവേണ്ടിയുള്ള നിർണായകമായ ചർച്ചകളുമെല്ലാം മുന്നോട്ട് കൊണ്ടുപോയതും PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആയിരുന്നു. ആ അർത്ഥത്തിൽ PK കുഞ്ഞാലിക്കുട്ടി അർഹമായ ഒരു പൊസിഷനിലേക്ക് എത്തുമെന്ന് തന്നെയാണ് അവർ കരുതുന്നത്. ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ് ലീഗ് ലക്ഷ്യമിടുന്ന കാര്യത്തിൽ സംശയമില്ല. അതുണ്ടാകുമെന്ന് തന്നെയാണ് ലീഗിനകത്തിലെ നേതൃത്വത്തിന്റെ പ്രതീക്ഷ. അതാണ് PK കുഞ്ഞാലിക്കുട്ടി പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത്, ഒരു നല്ല സ്ഥാനത്ത് ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നത്. ഉപമുഖ്യമന്ത്രി സ്ഥാനമൊന്നും അത് പക്ഷേ പരസ്യമായ ഒരു ചർച്ചയിലേക്ക് പോകാൻ അവർ തയ്യാറല്ലതെന്നാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾ ഡിമാൻഡ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. മാത്രമല്ല രാവിലെ നമുക്ക് നൽകിയ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് അത് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ തന്നെ അർഹിക്കുക അല്ലെങ്കിൽ ചോദിക്കാതെ തന്നെ നൽകുക എന്നതാണ് UDFന്റെ രീതി എന്നൂടെ പറയുന്നത്. പൊതുവെ ലീഗിന്റെ രീതി ആഭ്യന്തരമായി തന്നെ കോൺഗ്രസിനോട് ചർച്ച ചെയ്യുകയും നടത്തുകയും ആ കാര്യത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5ാം മന്ത്രിസ്ഥാനം മാത്രമാണ് ഒരുപക്ഷെ പരസ്യ വിവാദങ്ങളിലേക്ക് പോയത്. അത്തരം പരസ്യ വിവാദങ്ങളിലേക്കൊന്നും പോവാതെ തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുന്ന ഒരു പ്രതീക്ഷയാണ്. ആ അർത്ഥത്തിലാണ് 5 മന്ത്രിസ്ഥാനം ഉപമുഖ്യമന്ത്രി സ്ഥാനം അടക്കം 5 മന്ത്രിസ്ഥാനം ലഭിക്കുന്ന പ്രതീക്ഷയിലാണ് ലീഗ് ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നത്. അതിൽ PK കുഞ്ഞാലിക്കുട്ടിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ KM ഷാജിയും N ഷംസുദ്ദീനുമാണ് ഒരു വിഷയം മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു എന്ന് പറയാൻ പറ്റുന്ന നേതാക്കൾ. KM ഷാജി ലീഗിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, നേതൃത്വത്തിൽ ഉയർന്നു വരുന്ന നേതാവാണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ആ പരിഗണന ലഭിക്കും. പ്രത്യേകിച്ച് MK മുന്നണിയിൽ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിനായിരിക്കും പരിഗണന ലഭിക്കുക. മറ്റൊന്ന് N ഷംസുദ്ദീൻ പാർലമെന്റ് രംഗത്ത് ഏറ്റവും മികച്ച പ്രകടനം കാണിക്കുന്ന ഒരു MLA നിലയിൽ 4ാം സ്ഥാനത്ത് 3ാം സ്ഥാനത്ത് 3 തവണ വിജയിച്ച ശേഷം അദ്ദേഹം വീണ്ടും സീറ്റ് നൽകിയത് പോലും ആ മന്ത്രി പരിഗണന കൂടി മനസ്സിൽ വെച്ചാണ് എന്നാണ് ലീഗ് നേതാക്കൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ N ഷംസുദ്ദീനും ഒരു പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോയിലേക്ക് വരുമെന്ന് കരുതുന്നു. മറ്റൊന്ന് മലപ്പുറത്തുള്ള 2 PK ബഷീറിന്റെയും അതോടൊപ്പം തന്നെ ആബിദ് ഹുസൈൻ തങ്ങളുടെ പേര് കൂടി പരിഗണനയിൽ വരുന്നുണ്ട്. അതിലൊരാൾ വരുമെന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉപമുഖ്യമന്ത്രി പദവിയിലേക്ക് PK കുഞ്ഞാലിക്കുട്ടി വരാൻ പോകുന്നുവോ എന്നതാണ്. അത് നോക്കാം.